പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുക സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിലെ 3ഉം 4ഉം അധ്യായങ്ങളാണ്. അധ്യായം 3. സാവൂളിന്റെ ഭവനവും ദാവീദിന്റെ ഭവനവും തമ്മിൽ നീണ്ട യുദ്ധം നടന്നു. ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. സാവൂളിന്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചു വന്നു. ദാവീദിന്റെ പുത്രന്മാർ. ദാവീദിന് ഹെബ്രോണിൽ വെച്ച് പുത്രന്മാർ ജനിച്ചു. ജസ്രയേൽക്കാരി അഹീനോവാമിൽ ജനിച്ച അമ്നോൻ ആയിരുന്നു ഒന്നാമൻ. കാർമൽക്കാരൻ നാബാലിന്റെ വിധവയായിരുന്നു അബിഗായിലിൽ ജനിച്ച കിലെയാബ് രണ്ടാമനും. മൂന്നാമനായ അബ്സലോമിനെ പ്രസവിച്ചത് ഗഷൂരിലെ രാജാവായ തൽമായിയുടെ മകൾ മാഖ ആണ്. ഹഗീത്തിൽ 4-ാമൻ അദോനിയായും അബിത്താലിൽ 5-ാമൻ ഷെഫത്തിയായും ഭാര്യയായ യക്ലായിൽ 6-ാമൻ ഇത്രയാമും ജനിച്ചു. ഇവരാണ് ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ. ദാവീദും അബ്നേറും. സാവൂളിന്റെ കുടുംബവും ദാവീദിന്റെ കുടുംബവും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അബ്നേർ സാവൂളിന്റെ കുടുംബത്തിൽ പ്രാബല്യം നേടിക്കൊണ്ടിരുന്നു. സാവൂളിന് ഒരു ഉപനാരി ഉണ്ടായിരുന്നു. അവൾ അയ്യായുടെ മകൾ റിസ്പ ആയിരുന്നു. ഇഷ്ബോഷെത്ത് അബ്നേറിനോട് ചോദിച്ചു, നീ എൻ്റെ പിതാവിന്റെ ഉപനാരിയുമായി ശയിച്ചതെന്തിന്? അപ്പോൾ അബ്നേർ ക്രുദ്ധനായി പറഞ്ഞു, ഞാൻ യൂദാപക്ഷത്തെ ഒരു നായാണെന്ന് നീ കരുതുന്നുവോ? നിന്റെ പിതാവായ സാവൂളിന്റെ ഭവനത്തോടും സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും ഇന്നോളം ഞാൻ വിശ്വസ്തത പുലർത്തി. ദാവീദിന്റെ പിടിയിൽപ്പെടാതെ ഞാൻ നിന്നെ രക്ഷിച്ചു. എന്നിട്ടും സ്ത്രീ സംബന്ധമായ കുറ്റം എന്നിൽ ആരോപിക്കുന്നുവോ? സാവൂളിന്റെ ഭവനത്തിൽ നിന്ന് രാജ്യമെടുത്ത് ദാൻ മുതൽ ബേർഷെബ വരെ ഇസ്രായേലിലും യൂദായിലും ദാവീദിന്റെ സിംഹാസനം സ്ഥാപിക്കുമെന്ന് കർത്താവ് ദാവീദിനോട് സത്യം ചെയ്തിട്ടുള്ളത് ഞാൻ ദാവീദിന് നിറവേറ്റി കൊടുക്കാതിരുന്നാൽ ദൈവം ഈ അബ്നേറിനെ കഠിനമായി ശിക്ഷിച്ചു കൊള്ളട്ടെ. അബ്നേറിനെ അത്യധികം ഭയപ്പെട്ടതുകൊണ്ട് ഇഷ്ബോഷത്തിന് ഒരു വാക്കുപോലും മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഹെബ്രോണിൽ ദാവീദിന്റെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ച് അബ്നേർ അറിയിച്ചു, ദേശം ആർക്കുള്ളത്? എന്നോട് ഉടമ്പടി ചെയ്യുക. ഇസ്രായേൽ മുഴുവനെയും നിന്റെ പക്ഷത്ത് കൊണ്ടുവരുന്നതിന് ഞാൻ സഹായിക്കാം. ദാവീദ് മറുപടി പറഞ്ഞു, കൊള്ളാം, ഞാൻ ഉടമ്പടി ചെയ്യാം. പക്ഷേ ഒരു വ്യവസ്ഥ. എന്നെ കാണാൻ വരുമ്പോൾ സാവൂളിന്റെ മകൾ മിഖാലിനെ ആദ്യം തന്നെ കൂട്ടിക്കൊണ്ടുവരണം. അനന്തരം ദാവീദ് സാവൂളിന്റെ മകൻ ഇഷ്ബോഷത്തിനോട് ദൂതന്മാരെ അയച്ചു പറഞ്ഞു, എന്റെ ഭാര്യ മിഖാലിനെ തിരിച്ചു തരിക. 100 ഫിലിസ്ത്യരുടെ അഗ്രചർമ്മം കൊടുത്താണ് ഞാൻ അവളെ പരിഗ്രഹിച്ചത്. ഇഷ്ബോഷത്ത് ആളയച്ച് ലായിഷിന്റെ മകനും മിഖാലിന്റെ ഭർത്താവുമായ ഫൽത്തിയേലിന്റെ അടുക്കൽ നിന്ന് അവളെ മടക്കി വരുത്തി. അവളുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് ബഹൂറിം വരെ പിന്നാലെ ചെന്നു. അബ്നേർ അവനോട് മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞു. അവൻ മടങ്ങിപ്പോയി. അബ്നേർ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരോട് സംസാരിച്ചു, ദാവീദിനെ രാജാവായി കിട്ടാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുവല്ലോ. ഇപ്പോൾ ഇതാ അങ്ങനെ ചെയ്യുവിൻ. എന്റെ ദാസനായ ദാവീദിന്റെ കരം കൊണ്ട് എന്റെ ജനമായ ഇസ്രായേലിനെ ഫിലിസ്ത്യരുടെയും
മറ്റു ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് രക്ഷിക്കും എന്ന് കർത്താവ് ദാവീദിനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അബ്നേർ ബെഞ്ചമിൻ ഗോത്രക്കാരോടും സംസാരിച്ചു. ഇസ്രായേൽ ഗോത്രക്കാരുടെയും ബെഞ്ചമിൻ ഗോത്രത്തിന്റെയും സമ്മതം ദാവീദിനെ അറിയിക്കാൻ അബ്നേർ ഹെബ്രോണിലേക്ക് പോയി. 20 ആളുകളുമായി അബ്നേർ ഹെബ്രോണിൽ ദാവീദിന്റെ അടുക്കലെത്തി. അവർക്ക് വേണ്ടി ദാവീദ് ഒരു വിരുന്നൊരുക്കി. അബ്നേർ ദാവീദിനോട് പറഞ്ഞു, ഞാൻ ചെന്ന് ഇസ്രായേൽ മുഴുവനെയും എന്റെ യജമാനനായ രാജാവിന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവരാം. അവർ അങ്ങയോട് ഒരു ഉടമ്പടി ചെയ്യട്ടെ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരുടെയും മേൽ രാജാവായി വാഴുകയും ചെയ്യാം. ദാവീദ് അബ്നേറിനെ പറഞ്ഞയച്ചു. അവൻ സമാധാനത്തോടെ പോയി. അപ്പോൾ തന്നെ ദാവീദിന്റെ ദാസന്മാർ യോവാബിനോടൊപ്പം ഒരു കവർച്ച കഴിഞ്ഞ് കൊള്ള വസ്തുക്കളുമായി മടങ്ങിയെത്തി. അപ്പോൾ അബ്നേർ ഹെബ്രോണിൽ ദാവീദിനോടുകൂടെ ഉണ്ടായിരുന്നില്ല. എന്തെന്നാൽ ദാവീദ് അവനെ മടക്കി അയക്കുകയും അവൻ സമാധാനത്തോടെ പോവുകയും ചെയ്തിരുന്നു. നേറിന്റെ മകൻ അബ്നേർ രാജാവിന്റെ അടുക്കൽ വന്നു. രാജാവ് അവനെ സമാധാനത്തോടെ മടക്കി അയച്ചു എന്ന് സൈന്യസമേതം മടങ്ങി വന്ന യോവാബ് അറിഞ്ഞു. യോവാബ് രാജാവിനോട് ചോദിച്ചു, അങ്ങ് ഈ ചെയ്തതെന്ത്? അബ്നേർ അങ്ങയുടെ അടുക്കൽ വന്നിരുന്നല്ലോ. അങ്ങ് അവനെ വെറുതെ വിട്ടതെന്തുകൊണ്ട്? അങ്ങയുടെ വ്യാപാരങ്ങൾ ഒറ്റുനോക്കി അങ്ങയെ വഞ്ചിക്കാനാണ് നേറിന്റെ മകൻ അബ്നേർ വന്നതെന്ന് അങ്ങ് അറിയുന്നില്ലേ? ദാവീദിന്റെ സന്നിധിയിൽ നിന്ന് പുറത്തു വന്ന യോവാബ് അബ്നേറിന്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു. അവർ അവനെ സീറായുടെ കിണറ്റിനരികിൽ നിന്ന് തിരികെ കൊണ്ടുവന്നു. ദാവീദ് ഇതറിഞ്ഞില്ല. അബ്നേർ ഹെബ്രോണിൽ തിരിച്ചെത്തിയപ്പോൾ സ്വകാര്യം പറയുവാനെന്നവണ്ണം യോവാബ് അവനെ പടിവാതിൽക്കലേക്ക് തനിച്ചു കൊണ്ടുപോയി. വയറ്റത്തു കുത്തി അവനെ കൊന്ന് തന്റെ സഹോദരനായ അസഹേലിനെ കൊന്നതിന് പകരം വീട്ടി. ഈ വിവരമറിഞ്ഞ് ദാവീദ് പറഞ്ഞു, നേറിന്റെ മകൻ അബ്നേറിന്റെ രക്തം സംബന്ധിച്ച് എനിക്കും എന്റെ രാജ്യത്തിനും കർത്താവിന്റെ മുൻപാകെ കുറ്റമില്ല. ഇത് യോവാബിന്റെയും അവന്റെ പിതൃഭവനത്തിന്റെയും മേൽ ആയിരിക്കട്ടെ. യോവാബിന്റെ ഭവനത്തിൽ രക്തസ്രാവക്കാരനോ കുഷ്ഠരോഗിയോ ഊന്നുവടിയില്ലാതെ നടക്കാൻ പറ്റാത്തവനോ വാളിനിരയാകുന്നവനോ പട്ടിണി കിടക്കുന്നവനോ വിട്ടൊഴിയാതിരിക്കട്ടെ. തങ്ങളുടെ സഹോദരനായ അസഹേലിനെ അബ്നേർ ഗിബയോനിലെ യുദ്ധത്തിൽ വെച്ച് കൊന്നതുകൊണ്ട് യോവാബും സഹോദരൻ അബിഷായിലും അവനെ കൊന്നുകളഞ്ഞു. ദാവീദ് യോവാബിനോടും കൂടെ ഉണ്ടായിരുന്നവരോടും കൽപ്പിച്ചു, നിങ്ങൾ വസ്ത്രം കീറി ചാക്കുടുത്ത് അബ്നേറിനെ കുറിച്ച് വിലപിക്കുവിൻ. ദാവീദ് ശവമഞ്ചത്തെ പിന്തുടർന്നു. അബ്നേറിനെ ഹെബ്രോണിൽ സംസ്കരിച്ചു. രാജാവ് കല്ലറയ്ക്കരികെ നിന്ന് ഉച്ചത്തിൽ കരഞ്ഞു. സകല ജനവും വിലപിച്ചു. അബ്നേറിനെ പ്രതി രാജാവ് ഇങ്ങനെ വിലപിച്ചു, ഭോഷനെ പോലെയല്ലയോ അബ്നേറിന് മരിക്കേണ്ടി വന്നത്? നിന്റെ കരങ്ങൾ ബന്ധിച്ചിരുന്നില്ല, നിന്റെ പാദങ്ങൾ കെട്ടിയിരുന്നില്ല. ദുഷ്ടരാൽ കൊല്ലപ്പെടുന്നവനെ പോലെയാണല്ലോ നീ കൊല്ലപ്പെട്ടത്. അവനെ ചൊല്ലി ജനം പിന്നെയും കരഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ദാവീദിനെ അന്നു പകൽ മുഴുവൻ ജനം നിർബന്ധിച്ചു. എന്നാൽ ദാവീദ് സത്യം ചെയ്തു പറഞ്ഞു, സൂര്യാസ്തമയത്തിന് മുൻപ് ഞാൻ എന്തെങ്കിലും ഭക്ഷിച്ചാൽ ദൈവം എന്നെ കൊന്നുകളയട്ടെ. രാജാവ് ചെയ്തതെല്ലാം ജനം ശ്രദ്ധിച്ചു. അത് അവരെ തൃപ്തരാക്കി. നേറിന്റെ മകനായ അബ്നേറിനെ കൊന്നത് രാജാവിന്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ലെന്ന് സകല ജനവും ഇസ്രായേൽ മുഴുവനും മനസ്സിലാക്കി. രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു, പ്രഭുവും മഹാനുമായ ഒരുവനാണ് ഇന്ന് ഇസ്രായേലിൽ മരിച്ചതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അഭിഷിക്തനായ രാജാവെങ്കിലും ഞാൻ ഇന്ന് ബലഹീനനാണ്. സെരൂയയുടെ പുത്രന്മാരായ ഇവർ എന്റെ വരുതിയിൽ ഒതുങ്ങാത്ത വിധം ക്രൂരന്മാരത്രേ. ദുഷ്ടനോട് അവന്റെ ദുഷ്ടതയ്ക്കൊത്തവണ്ണം കർത്താവ് പ്രതികാരം ചെയ്യട്ടെ. അധ്യായം 4. ഇഷ്ബോഷത്ത് വധിക്കപ്പെടുന്നു. അബ്നേർ ഹെബ്രോണിൽ വെച്ച് മരിച്ചെന്ന് കേട്ടപ്പോൾ സാവൂളിന്റെ മകൻ ഇഷ്ബോഷത്ത് നഷ്ടധൈര്യനായി. ഇസ്രായേൽ മുഴുവൻ അമ്പരന്നു.
സാവൂളിന്റെ മകന് 2 കൊള്ളത്തലവന്മാരുണ്ടായിരുന്നു, ബാനായും റേഖാബും. ബാറോത്തിൽ നിന്നുള്ള ബെഞ്ചമിൻ ഗോത്രക്കാരനായ റിമ്മോന്റെ പുത്രന്മാരായിരുന്നു ഇവർ. ബാറോത്ത് ബെഞ്ചമിന്റെ ഭാഗമായി കരുതപ്പെടുന്നു. ബാറോത്യർ ഗിത്തീമിലേക്ക് ഓടിപ്പോയി ഇന്ന് വരെ അവിടെ പരദേശികളായി വസിക്കുന്നു. സാവൂളിന്റെ മകൻ ജോനാഥന് മുടന്തനായി തീർന്ന ഒരു പുത്രനുണ്ടായിരുന്നു. സാവൂളിനെയും ജോനാഥനെയും കുറിച്ചുള്ള വാർത്ത ജസറേലിൽ നിന്നെത്തുമ്പോൾ അവന് 5 വയസ്സുണ്ടായിരുന്നു. അവന്റെ വളർത്തമ്മ അവനെയും എടുത്തുകൊണ്ടോടി. അവൾ തിടുക്കത്തിൽ ഓടവേ അവൻ വീണ് ഇരുകാലിനും മുടന്തുണ്ടായി. മെഫിബോഷെത്ത് എന്നായിരുന്നു അവന്റെ പേർ. ബറോത്യനായ റിമ്മോന്റെ പുത്രന്മാരായ റേഖാബും ബാനായും ഇഷ്ബോഷത്തിന്റെ അടുക്കലേക്ക് പുറപ്പെട്ടു. ഉച്ചയായപ്പോഴേക്കും അവർ അവന്റെ വീട്ടിലെത്തി. അവൻ വിശ്രമിക്കുകയായിരുന്നു. വാതിൽക്കൽ ഗോതമ്പ് പാറ്റിക്കൊണ്ടിരുന്ന സ്ത്രീ മയക്കം പിടിച്ച് ഉറങ്ങിപ്പോയതുകൊണ്ട് റേഖാബും സഹോദരൻ ബാനായും വീട്ടിനുള്ളിലേക്ക് പതുങ്ങിക്കടന്നു. അവർ വീട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഇഷ്ബോഷത്ത് ഉറക്കറയിൽ കിടക്കുകയായിരുന്നു. അവർ അവനെ വെട്ടിക്കൊന്നു. മുറിച്ചെടുത്ത തലയുമായി അവർ രാത്രി മുഴുവൻ അരാബയിലൂടെ യാത്ര ചെയ്തു. അവർ ഇഷ്ബോഷത്തിന്റെ തല ഹെബ്രോണിൽ ദാവീദിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് രാജാവിനോട് പറഞ്ഞു, നിന്നെ വധിക്കാൻ ശ്രമിച്ച നിന്റെ ശത്രുവായ സാവൂളിന്റെ മകൻ ഇഷ്ബോഷത്തിന്റെ തല ഇതാ. ഇന്ന് എന്റെ യജമാനനായ രാജാവിന് വേണ്ടി കർത്താവ് സാവൂളിനോടും അവന്റെ സന്തതിയോടും പ്രതികാരം ചെയ്തിരിക്കുന്നു. എന്നാൽ ദാവീദ് ബറോത്യനായ റിമ്മോന്റെ മക്കൾ റേഖാബിനോടും ബാനായോടും പറഞ്ഞു, എന്നെ സകല വിപത്തുകളിലും നിന്ന് രക്ഷിച്ച ജീവിക്കുന്ന കർത്താവാണേ, സദ്വാർത്ത എന്ന ഭാവത്തിൽ ഇതാ സാവൂൾ മരിച്ചിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞവനെ ഞാൻ സിഗ്ലാഗിൽ വെച്ച് കൊന്നുകളഞ്ഞു. ഇതായിരുന്നു അവന്റെ ശുഭവാർത്തയ്ക്കുള്ള എന്റെ പ്രതിഫലം. സ്വഭവനത്തിൽ ഉറങ്ങിക്കിടന്ന ഒരു നീതിമാനെ കൊന്നുകളഞ്ഞ ദുഷ്ടന്മാരോട് ഞാൻ എത്രയധികം പ്രതികാരം ചെയ്യുകയില്ല. അവന്റെ രക്തത്തിന് ഞാൻ പകരം വീട്ടി നിങ്ങളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു കളയാതിരിക്കുമോ? ദാവീദ് തന്റെ സേവകരോട് കൽപ്പിച്ചു. അവർ അവരെ കൊന്ന് കൈകാലുകൾ മുറിച്ചെടുത്ത് ഹെബ്രോണിലെ കുളത്തിനരികെ അവരെ തൂക്കി. എന്നാൽ ഇഷ്ബോഷത്തിന്റെ തല അവർ ഹെബ്രോണിൽ അബ്നേറിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു.